ഞങ്ങളാണെങ്കിൽ നീന്തി പോയിട്ട് അവിടെയൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്തെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങളൊരു 7 കിലോമീറ്റർ നമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല. എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ. ഇതെന്തോ ഒരു ദുരൂഹതകൾ, ആർക്കും ഇറങ്ങാൻ പറ്റൂല. ഒളിച്ചു വെക്കണം നമുക്ക് തോന്നുന്നത്. നമ്മളെ അതെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കും പോലെ. എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ അർജുനെ കുറിച്ചാണ്. അർജുൻ ആരാണെന്ന് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ആരോടുമായി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അർജുന്റെ തിരിച്ചുവരവിനായി കേരളക്കരെ ഒന്നാകെ ജാതി മത ഭേദമില്ലാതെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. കർണാടകയിൽ വെച്ചുണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയ അർജുൻ ഇപ്പോഴെവിടെയാണെന്ന് ആർക്കും അറിയില്ല. കർണാടക സർക്കാരിനോടൊപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേര് അവിടെ പോയി തിരച്ചിൽ നടത്തുകയാണ്. ഇതുവരെയും നമുക്ക് അർജുനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെയധികം വിഷമകരമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന രക്ഷാപ്രവർത്തകർക്ക് അവിടെ നന്നായിട്ട് തിരച്ചിൽ നടത്താനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു പക്ഷേ കേരളത്തിലുള്ളവരെല്ലാം പോയി അവിടെ തിരച്ചിൽ നടത്തി അർജുനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് കേരളക്കാർ കൊണ്ടുപോയാലോ? ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്താഗതി. അതുമല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അത് പുറത്തു വരുമെന്ന ഭയമായിരിക്കും. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് പോയിട്ടുള്ള മുക്കത്തെ കുറിച്ച് സഹോദരങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങളാണെങ്കിൽ നീന്തി പോയിട്ട് അവിടെയൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്തെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങളൊരു 7 കിലോമീറ്റർ നമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല. എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ. എന്താണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്? എങ്ങനെയാണ് പോലീസ് നമ്മളോട് അങ്ങനത്തെ ഒരു മോശമായിട്ടൊന്നും ഒരു പെരുമാറിയിട്ടൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നുണ്ട് മുകളിൽ ഉദ്യോഗസ്ഥന്മാരാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് മാറണം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ എല്ലാവരോടും ഇവിടെ ഉള്ളവരും ചോദിക്കും. നമ്മളെ കൂട്ടത്തിൽ പിന്നെ കന്നഡ ഭാഷ ശരിക്കും അറിയുന്ന രാഹുൽ ബ്രിഗേഡിൻ്റെ അവൻ സംസാരിച്ച് നോക്കി. ഇതെന്തോ ഒരു ദുരൂഹതകൾ, ആർക്കും ഇറങ്ങാൻ പറ്റൂല. ഒളിച്ചു വെക്കണം നമുക്ക് തോന്നുന്നത്. അതെ, ഒളിച്ചു വെക്കാനുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. വണ്ടി നമ്മളെ പ്രാർത്ഥനയോട് എവിടെയെങ്കിലും കണ്ടെങ്കിലും ഉണ്ട് എന്നുള്ള അവസ്ഥ. ഇനി സൈന്യത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനത്തെ ആയുധങ്ങൾ പോയിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അവസരം തന്നാൽ തീർച്ചയായിട്ടും ആ മൺകൂനൻ്റെ ഏരിയത്ത് പോയി നോക്കാനും, ആയങ്ങളുണ്ടെങ്കിൽ സിലിണ്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ് ഞങ്ങൾ 4-5 ആളുകൾ. അതും ഞങ്ങൾ ചെയ്ത് ബോട്ട് നമ്മളെ സഹോദരൻ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ 5 ദിവസമാണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു മനുഷ്യ ശരീരം, അതായത് അരിപ്പാറ, പതങ്കായ, ഓമശ്ശേരി ആ ഭാഗങ്ങളിലെ ഞങ്ങളുടെ നാടിൻ്റെ 5 ദിവസം വരെ വെള്ളത്തിൻ്റെ അടിയിൽ വെക്കും വെള്ളം. 5 ദിവസത്തിന് ശേഷം വെള്ളം അതിപ്പോൾ ആരാവട്ടെ, നിങ്ങളാവട്ടെ, ഞാനാവട്ടെ, ഉയർത്തി കാണിച്ചു തരും. നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വരും. അപ്പം നമ്മൾ തരഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിക്കണം. അപ്പം നമ്മൾ വീണ്ടും കാണില്ല. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. പിന്നെ അത് പൊന്തൂല. ഇല്ല, ആ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരു സഹോദരനല്ല, ആ കുടുംബം കാത്തു നിൽക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അവസരം കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾ ആ പുഴയിലിറങ്ങും. ഇത് തന്നെയെങ്കിലും നോക്കാന്നുള്ളത്. രക്ഷപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ ഇവിടെ എത്തിയിട്ട് അങ്ങനെയാണ് സാർ, എന്താ ചെയ്യുക? ഒരു പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ. പിന്നെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കും പോലെ ആണ് തോന്നുന്നത്. ഇല്ല, ഈ നിമിഷവും കിട്ടിയില്ലല്ലോ. MLA ഒക്കെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുക. ബന്ധപ്പെടാത്തല്ല, ഇതിന് കേരളം മൊത്തമാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മളെല്ലാവരും ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. പല പല സംസ്ഥാനങ്ങളിലുള്ളവരാണെങ്കിലും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നാം എങ്ങനെയാണ് പഠിച്ചു വളർന്നത്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരങ്ങളാണെന്നാണ് അല്ലേ? അങ്ങനെ പഠിച്ചു വളർന്നു വന്ന നമ്മുടെ ഈ നാട്ടില്, നമ്മുടെ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും, സംസ്ഥാനങ്ങളോ ഒന്നും നോക്കാതെ, ജില്ലയോ സംസ്ഥാനമോ ഒന്നും നോക്കാതെ, എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് പോകുന്ന ആർക്കും അവിടെ വേണ്ട വിധം അവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു അനുവാദം അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് പോയി കറക്റ്റ് കാര്യങ്ങളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെയുള്ള സർക്കാരായാലും അവിടെയുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരായാലും അവരെ പറഞ്ഞ് അവിടെ നിന്ന് വിടുകയാണ്. വളരെ വേദനയുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഇന്നിപ്പോൾ 9 ദിവസം പിന്നിടുകയാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യയും കുഞ്ഞും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്നത്. ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് വേറെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുറെ ജ്യോതിഷന്മാർ വരുന്നുണ്ട്. അർജുൻ ജീവനോടെ ഇല്ല.
സ്ഥാനത്തും അസ്ഥാനത്തും നോക്കി ഓരോന്ന് പറയുന്ന ഓരോമാരോട് എന്താണ് പറയേണ്ടത്? കേരളക്കാരെ ആകെ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായിട്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പാണ്ഡിത്യമൊക്കെ ഉണ്ടാകാം, നിങ്ങൾക്ക് ചിലപ്പം എനിക്ക് ഈ ജ്യോതിഷന്മാരുടെ കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴാ മനുഷ്യൻ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന, ആ മനുഷ്യനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർക്കുണ്ടാകുന്ന വേദന എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളൊക്കെ ഒരുപാട് നല്ല അറിവുള്ളവരാണെന്നാണല്ലോ നിങ്ങൾ സ്വയം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു സാഹചര്യത്തിൽ ഈ അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അർജുന്റെ കാര്യത്തെ സംബന്ധിച്ചോളം അർജുന്റെ ആ ഒരു സമയം കഴിഞ്ഞു പോയി. ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണിക്കൂറോളം അർജുൻ ആ പൊരുതി കാണണം. പക്ഷെ ആരും സഹായത്തിന് എത്തിയില്ല. അപ്രകാരം അർജുന് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർജുൻ ഇനി തിരികെ വരും എന്നെനിക്ക് തോന്നുന്നില്ല. ജീവനോടെ തിരികെ വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണുന്നത്. സത്യം പറയാതിരിക്കാൻ പറ്റൂല, ശാസ്ത്രത്തിൽ കണ്ടത് പറയണം. അർജുന്റെ കുടുംബം ആകാംക്ഷയിലൂടെയാണ്, പ്രതീക്ഷയിലൂടെ ആണെങ്കിൽ പോലും ഇതൊരു ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് പ്രശ്നവശാൽ കാണുന്നത് പറയുക, ഇന്നല്ലെങ്കിൽ നാളെ അത് പറയുക എന്നുള്ളതാണ്. നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ചലനമറ്റ ശരീരം എന്നുള്ള രീതിയിലാണ് പ്രശ്നശാസ്ത്രത്തിൽ കാണുന്നത്. അഷ്ടമാധിപൻ അങ്ങനെയാണ് കാണുന്നത്, അഷ്ടമഭാവത്തിലാണ് കാണുന്നത്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മനുഷ്യർ, കേരളത്തിലുള്ള എല്ലാവരും അവരവരുടെ ആകുന്ന രീതിയിൽ അവിടെ പോയി കിടന്ന് തെരച്ചിൽ കൊള്ളുക, അവിടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവിടെ ഇവിടെയും കുത്തിയിരുന്നോണ്ട് ഇങ്ങനെ ഓരോന്ന് നിരത്തി വെച്ച് കണ്ടുപിടിച്ചിട്ട് ഓരോന്നങ്ങ് വിളിച്ച് പറയുക. എന്തോ ചെയ്യാനാ? ഇങ്ങനെയൊന്നും ആരും ഈ ഒരു സാഹചര്യത്തിൽ സംസാരിക്കാതിരിക്കുക. കഴിയുന്നതും കേരളത്തിൽ നിന്ന് വരുന്നവരെ അവർക്ക് നിങ്ങൾ ക്രെഡിറ്റ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഒരു ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കണ്ട, ക്രെഡിറ്റ് മൊത്തവും നിങ്ങൾ എടുത്തു. ആ മനുഷ്യരെ അവിടെ നിന്ന്, ആ അർജുനെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് തിരയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. ഇതിനു വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.